വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് ഒരു വർക്കും ഇല്ലാതെ ഹോമിൽ വെറുതെ ഇരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചില കൂട്ടുകാർ വന്നിട്ട് പറയും, പഴയ സ്കൂളിനെ കുറിച്ച് നൊസ്റ്റാൾജിയൊക്കെ പറയും. ഞാനും എൻ്റെ സ്കൂളിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ജപ്പാൻകാർ ഈ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ ഓർക്കുന്ന പോലെ. ഇന്ന് ആർക്കും ഓർമ്മയില്ലാത്ത ഏതോ ഒരാളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്കൂളിലാണ് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ചേർത്തത്. എന്നെ ചേർത്തുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഇവനെ നല്ലപോലെ തല്ലിക്കോണം, എങ്കിലേ ഇവൻ നന്നാവുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ തല്ലി നന്നാക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ ടീച്ചർ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ തല്ലണം, പ്രിൻസിപ്പൽ കുറ്റം ചെയ്താൽ മന്ത്രി തല്ലണം, മന്ത്രി കുറ്റം ചെയ്താൽ കോടതി പിടിച്ച് തല്ലണം. അങ്ങനെ ഇങ്ങനെ നന്നാക്കാൻ നിയമമില്ലാത്ത രാജ്യത്ത് വെറുതെ നന്നാൻ വേണ്ടി തല്ലുകൊണ്ട് അവസാനം നന്നാവാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതിനെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മീഡിയം ഇംഗ്ലീഷ് സ്കൂളാണ്. അതിനെ മീഡിയം ലെവലിലേക്ക് ആയിരിക്കും ഇംഗ്ലീഷ് പറയുന്നത്. ഈ മീഡിയം ചായ എന്നൊക്കെ പറയുന്ന പോലെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച എൻ്റെ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ. ഈ എല്ലാവരും ബയോഡേറ്റയിൽ ഭാഷാ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വയ്ക്കും. അതായത് എഴുതാനറിയാം, വായിക്കാനറിയാം, സംസാരിക്കാനറിയാം. എൻ്റെ ബയോഡേറ്റയിൽ അതിന് അഡീഷണൽ ഒരു കോളം കൂടെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, പക്ഷേ കണ്ടാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ആണെന്നുള്ളത്. ഹിന്ദി എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, കണ്ടാൽ മനസ്സിലാവും ഹിന്ദി ആണെന്നുള്ളത്. ചിലപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടെ വയ്ക്കാറുണ്ട്, കേട്ടാൽ പേടിയാവുന്നുള്ളതും കൂടെ. എന്തായാലും ആ സ്കൂളിലെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടി പലതരം ടാക്സ് ഈടാക്കും. ടാക്സ് അല്ല, ഫീസ് ഈടാക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ്. സ്കൂളിലെ ടീച്ചർമാർ വേറെ നടത്തുന്ന ട്യൂഷന് പോയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിന് സ്കൂളുകാർക്ക് എന്തിനായി ട്യൂഷൻ ഫീസ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീടുള്ളതാണ് അഡീഷണൽ ഫീസ്. തൂക്കിപ്പറക്കി അടിക്കുന്നതിനാണ് ഈ അഡീഷണൽ ഫീസ്. പിന്നെയുള്ളത് മ്യൂസിക് ഫീസ്. രാവിലത്തെ പ്രാർത്ഥനാഗാനം, വൈകുന്നേരത്തെ ദേശീയഗാനം, ഇത് രണ്ടുമാണ് അവിടുത്തെ മ്യൂസിക് ഞാൻ കേട്ടിട്ടുള്ളതിൽ. പിന്നെയുള്ളത് ലൈബ്രറി ഫീസ്. എൻ്റെ സ്കൂളിലെ ലൈബ്രറിക്കാട്ടും പുസ്തകമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ. അതിൽ നടുക്കത്തെ പേജ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും സമാധാനമുണ്ട്. പിന്നെയുള്ളത് സ്വിമ്മിംഗ് ഫീസ്. സ്കൂളിൽ വെള്ളം പൊങ്ങുമ്പോൾ താറാക്കൂട്ടം പോലെ നീന്തി പോകുന്നതാണ് അവിടുത്തെ സ്വിമ്മിംഗ് ഫീസ്. പിന്നെയുള്ളത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഫീസ്. സ്കൂളിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്ന് തെങ്ങിന് മടൽ വെട്ടി ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബാറ്റും കല്ലിന് പുറത്തൂടെ കടലാസ് കെട്ടി റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബോളുമാണ് അവിടുത്തെ ഞാൻ കണ്ടുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഫീസ് വേറെ. പക്ഷേ ഒന്നുണ്ട്, ടീച്ചർമാർ നന്നായി ക്ലാസ് എടുത്ത് കുട്ടികളെ ഉറക്കാറുണ്ട്. ഈ ഉറക്കം തികച്ചും ഫ്രീ ആണ്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഈ ഉറക്കം നല്ലതാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതുമാണ്. എൻ്റെ സ്കൂളിൽ 2000 പേർക്ക് ആ കൂടി ഉള്ളത് 2 ബാത്റൂം, 4 പൈപ്പ്, 2 ബക്കറ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും പിള്ളേർക്ക് ഇത്ര മതിയോ എന്നുള്ളത്. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു, ഇല്ല, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറേ പേർക്ക് ഉപയോഗം ഉണ്ടാവണം, അതാണ് ലോകത്തിന് നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാത്രം പിള്ളേർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ എല്ലാവരും കൊടുക്കണം എന്തിനാണ് എൻ്റെ ചോദ്യം. ഈ 2000 പേർക്കും ഈ പറയുന്ന 4 ക്വസ്റ്റ്യൻ പേപ്പർ, 4 ആൻസർ പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമാവും, പേപ്പറും ലാഭമാവും.